ഔട്ട്സൈഡേഴ്സ് അധ്യായം 9. അമീർ അബ്ബാസിനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. താൻ അകപ്പെട്ടിരിക്കുന്ന ഊരാക്കുടുക്കുകളിൽ നിന്നും മോചിപ്പിക്കാൻ അമീർ അബ്ബാസിന് മാത്രമേ സാധിക്കൂ. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, അവിനാഷ് അയാളെ മുറിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അമീർ അബ്ബാസിന്റെ മുഖത്ത് തെളിച്ചമില്ല. ഞാൻ നിന്റെ താമസ സ്ഥലത്ത് ചെന്നിട്ടാണ് വരുന്നത്. കുറേ നാളായി അത് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിച്ചു. ഒടുവിലാണ് നീ ഇവിടെയാണെന്ന വിവരം അറിഞ്ഞത്. ഞാൻ ഉടൻ ഇങ്ങോട്ട് പോന്നു. നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? അല്പം ഗൗരവത്തോടെ അമീർ അബ്ബാസ് ചോദിച്ചു. ഇതെന്റെ മുറിയാണ്, അവിനാഷ് വ്യക്തമാക്കി. ആരു പറഞ്ഞു? അമീർ അബ്ബാസിന്റെ ചോദ്യം അവനെ അമ്പരപ്പിച്ചു. എല്ലാവരും ചേർന്ന് എന്നെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. പോരാത്തതിന് എന്റേതായ വസ്തുവകകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോ അതൊക്കെ വിശ്വസിച്ച് നീ ഇവിടെ കഴിയാൻ തീരുമാനിച്ചു അല്ലേ? അത് പിന്നെ മണ്ടൻ. അമീർ അബ്ബാസ് കോപിച്ചു. അവിനാഷ് പകച്ചു. എന്റെ കൂടെ വാ, അയാൾ വെളിയിലേക്ക് വിളിച്ചു. അവിനാഷ് പിറകെ നീങ്ങി. ഒന്നും മിണ്ടാതെ കുറച്ചു ദൂരം നടന്നു. എത്തിച്ചേർന്നത് പോർട്ടിൽ. ഇന്തിഫാദ ചരക്കുകപ്പൽ അവിടെ തന്നെയുണ്ട്. ഈസ്റ്റർ കഴിഞ്ഞ് പോർട്ട് ബെയറിൽ നിന്നും ചുവന്ന വടാക്ക് മരങ്ങളും കയറ്റി ഇന്തിഫാദ തൂത്തുക്കുടിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. എന്നാൽ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ ഇനിയും ബാക്കിയുള്ളതുകൊണ്ട് ഇന്തിഫാദയുടെ യാത്ര വൈകിയിരിക്കുകയാണ്. അതേക്കുറിച്ച് ഹൈദ്രോസ് മരക്കാരോട് ചോദിച്ചപ്പോൾ കൃത്യമായൊരു തീയതി നൽകാൻ അയാൾക്കു കഴിഞ്ഞില്ല. തിരമ്പി വരുന്ന കടൽ തിരമാലകളിലേക്ക് നോക്കി കപ്പൽ തട്ടിൽ നിൽക്കുന്ന അവിനാഷ് തടിച്ച ചുരുട്ട് ചുണ്ടിലമർത്തി ഇടയ്ക്ക് പുക ആഞ്ഞു വലിച്ച് അമീർ അബ്ബാസ് അരികെയുണ്ട്. അയാൾക്ക് കാര്യമായിട്ട് എന്തോ പറയാനുണ്ട്. ഹൈദ്രോസ് മരക്കാർ പോയി കഴിയുന്നതുവരെ അയാൾ കാത്തിരുന്നു. മുഹമ്മദ് അൽ ഹുസൈന്റെയും ഇർഷാദ് ലത്തീഫിന്റെയും ചതിക്കുഴിയിലാണ് നീ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്, അമീർ അബ്ബാസ് വെളിപ്പെടുത്തി. നീ പറയുന്നത്? അവിനാഷ് അമ്പരന്നു. അതെ, അവർ നിന്നെ എളുപ്പത്തിൽ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. കപ്പൽ തൊഴിലാളിയായ നീ ഡോക്ടറാണെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടനായി തീർന്നോ? അല്പം ആലോചിച്ചാൽ മനസ്സിലാവില്ലേ? അമീർ അബ്ബാസ് ശബ്ദമുയർത്തി. അവിനാഷ് തല കുനിച്ചു. പൊരുത്തക്കേടുകളുണ്ട്, പക്ഷേ കൂടുതൽ അതേക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് മാത്രം. അവിനാഷ് പിറുപിറുത്തു. മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെ മാനസിക രോഗിയായി മുദ്രകുത്തി മെന്റൽ സാനിറ്റോറിയത്തിൽ അയക്കാനാണ് അൽ ഹുസൈന്റെ നീക്കം. അത് നിനക്കറിയോ? അമീർ അബ്ബാസ് ചോദിച്ചു. അയാൾ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഭയം കാരണം ശരീരമാസകലം മരവിച്ചതുപോലെയായി. ഇന്ന് അവർ നിന്നെ ഡോക്ടറാക്കി അഭിനയിപ്പിക്കും, നാളെ അഡ്മിനിസ്ട്രേറ്ററാക്കും, അല്ലെങ്കിൽ അതുപോലെ മറ്റു വല്ലതുമാണെന്നൊക്കെ ധരിപ്പിക്കും. അതൊക്കെ സത്യമാണെന്ന് കരുതി നീ നീങ്ങും. അങ്ങനെ നിന്നെ എല്ലാവരും ഭ്രാന്തനെന്ന മുദ്ര കൊത്തും. ഒടുവിൽ അതൊക്കെ വിഡ്ഢിവേഷങ്ങളായിരുന്നുവെന്ന് തിരിച്ചറിയുമ്പോഴേക്കും നീ മാനസിക രോഗാശുപത്രിയിലെ സെല്ലിനകത്ത് എത്തിച്ചേർന്നിട്ടുണ്ടാവും. അവിടെ കിടന്ന് നശിച്ചു തീരാനാവും നിന്റെ തലയിലെടുത്ത്, അമീർ അബ്ബാസ് വെളിപ്പെടുത്തി. അവിനാഷ് തളർന്നുപോയി. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് കേട്ടതൊക്കെ. എനിക്കൊന്നും അറിയില്ല, അവിനാഷ് പിറുപിറുത്തു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അത് ഒഴിഞ്ഞു മാറലാണ്. എല്ലാം അറിഞ്ഞു നീങ്ങണം. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ അല്പം മുമ്പ് പറഞ്ഞ അനുഭവമായിരിക്കും ഫലം. ഭ്രാന്തിന്റെ ലോകത്ത്, അമീർ സൂചിപ്പിച്ചു. നെഞ്ചിനകത്ത് കടന്നലിന്റെ ഇളക്കം. അവിനാഷിന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയപ്പോൾ കപ്പൽ തൂണിൽ ചാരി നിന്നു. ഫെമിഷയെ മറക്കാൻ നിനക്കാവുമെങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ നീങ്ങിക്കൊള്ളൂ. എനിക്കൊന്നും പറയാനില്ല, അമീർ അബ്ബാസ് ശോഭിച്ചു. ഫെമിഷയെ മറക്കുകയോ? ഇല്ല, അതിനൊരിക്കലും കഴിയില്ല. അവൾക്ക് വേണ്ടി മരിക്കാൻ പോലും താൻ ഒരുക്കമാണ്. ഒരുപാട് സ്ത്രീകളെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരിൽ ചിലരോടൊക്കെ മനസ്സിൽ താല്പര്യവും തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ താൽക്കാലിക ഭ്രമങ്ങൾ മാത്രമായിരുന്നു. അവരുടെ നഗ്നമായ ശരീരത്തിൽ ചുറ്റിപ്പിടിച്ച് രസിക്കാനുള്ള താല്പര്യം. എന്നാൽ ഫെമിഷയോട് തോന്നിയിട്ടുള്ളത് അത്തരത്തിലുള്ള മോഹങ്ങളൊന്നുമായിരുന്നില്ല. ഒരു മാലാഖയെ പോലെയാണ് അവളെ കണ്ടിരുന്നത്. നിഷ്കളങ്കമായ സ്നേഹം മാത്രം. സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞത് അവളിൽ നിന്നായിരുന്നു. മനസ്സിൽ നിന്നും പറിച്ചു മാറ്റാനാവാത്ത വിധം ആഴത്തിൽ വേരുകളുള്ള ഇഷ്ടം. അമീർ അബ്ബാസിന് മാത്രം തന്റെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം തിരിച്ചറിയാം. അവനല്ലാതെ മറ്റാർക്കും തന്നെ ഈ നിലയിൽ നിന്നും രക്ഷപ്പെടുത്താനാവില്ല. നീ ധൈര്യത്തോടെ നിൽക്കുമെങ്കിൽ ഫെമിഷയ്ക്ക് വേണ്ടി നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ സാധിക്കും, അമീർ അബ്ബാസ് പറഞ്ഞു. അയാൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അമീർ അബ്ബാസിന് വ്യക്തമായ പ്ലാൻ ഉണ്ടെന്ന് മനസ്സിലായി. നീ പറയുന്നത് എന്തുമനുസരിക്കാൻ ഞാൻ തയ്യാറാണ്, അവിനാഷ് ഉടൻ അറിയിക്കുകയും ചെയ്തു. അമീർ അബ്ബാസ് മൂളി.
തടിച്ച ചുരുട്ട് ആഞ്ഞു വലിച്ച് പുക ഊതി വിട്ടുകൊണ്ട് അയാൾ അല്പനേരം നിശബ്ദമായി കടൽ തിരമാലകളെ നോക്കി നിന്നു. തണുത്ത ഉപ്പുകാറ്റ് വീശുമ്പോൾ അമീർ അബ്ബാസിന്റെ നീണ്ട മുടികൾ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. അയാൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് എന്താണെന്നറിയാൻ അവിനാഷ് അമീറിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ഇർഷാദ് ലത്തീഫുമായുള്ള വിവാഹത്തിന് ഫെമിഷ ഇനിയും സമ്മതം മൂളിയിട്ടില്ല. അമീർ വ്യക്തമാക്കി. അവിനാഷിന് അതൊരു പുതിയ അറിവായിരുന്നു. ഫെമിഷയുടെ വിവാഹം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും അവളെ അർഹിക്കാൻ ഇനി തനിക്ക് അവകാശമില്ലെന്നുമൊക്കെയായിരുന്നു അവിനാഷ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവൾക്ക് എത്ര നാൾ പ്രതിരോധിച്ചു നിൽക്കാൻ പറ്റും? അവളുടെ പിതാവ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഫെമിഷയുടെ മനസ്സ് ഉറച്ചതാണ്. ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി എന്ത് ത്യാഗത്തിനും അവൾ ഒരുക്കമായേക്കും. ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ ഇർഷാദ് ലത്തീഫ് വന്നിരുന്നു, അവിനാഷ് സൂചിപ്പിച്ചു. അമീർ അബ്ബാസ് നെറ്റി ചുളിച്ചു. എന്തിന്? ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നറിയാൻ. ഉപദ്രവിക്കാൻ ശ്രമിച്ചോ? കുറെ ഭീഷണിപ്പെടുത്തി. നീ അവന്റെ ഭീഷണിയിൽ ഭയന്നുപോയി കാണും. അവിനാഷ് തല കുനിച്ചു. ഇർഷാദ് ലത്തീഫിന്റെ ഭീഷണികളൊന്നും എന്റെ മുന്നിൽ ചെലവാകില്ല. നിനക്ക് വല്ലതും സംഭവിച്ചാൽ അവന്റെ കഥ ഞാൻ തീർക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്ട്രീറ്റിൽ വെച്ചുണ്ടായ ഏറ്റുമുട്ടലിൽ അവന്റെ പുതിയ കാർ ഞാൻ തല്ലി തകർത്ത് തീ കൊളുത്തുകയും അവന്റെ അംഗരക്ഷകരായ 2 പേരെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തിരുന്നു. തലനാരിഴയ്ക്കാണ് എന്റെ കയ്യിൽ നിന്നും ഇർഷാദ് ലത്തീഫ് വഴുതിപ്പോയത്. ഇനി അവൻ എടുത്തു ചാടില്ല. അമീർ അബ്ബാസ് വിവരിച്ചു. അതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല. അവിനാഷ് പിറുപിറുത്തു. നിനക്കു വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നതൊന്നും നീ കാണുന്നുമില്ല, അറിയുന്നുമില്ല. അമീർ കുറ്റപ്പെടുത്തി. നിന്റെ ആത്മാർത്ഥതയെ ഞാൻ വിലമതിക്കുന്നുണ്ട്. നിന്റെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് നീങ്ങാനാവുന്നത്. അതൊക്കെ എനിക്ക് നന്നായി അറിയാം, അവിനാഷ് തുറന്നു പറഞ്ഞു. ഓർത്താൽ മതി. ദീർഘനിശ്വാസത്തോടെ അമീർ അബ്ബാസ് അറിയിച്ചു. ഞാൻ എന്തു ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, അവിനാഷ് ആവശ്യപ്പെട്ടു. ഇർഷാദ് ലത്തീഫ് ഇനി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് തയ്യാറാവില്ല, അമീർ അബ്ബാസ് സൂചിപ്പിച്ചു. പിന്നെ അവിനാഷ് ചിന്തകളിൽ നിന്നും ഉയർന്നു. നിന്നെ മാനസികമായി തകർക്കാനാവും ശ്രമിക്കുക. അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയോടെ നീങ്ങണം, അമീർ അബ്ബാസ് മുന്നറിയിപ്പ് നൽകി. ഒരു തോക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവന്റെ കഥ അപ്പോൾ തന്നെ തീർക്കും, അവിനാഷ് മുരണ്ടു. അതൊക്കെ എനിക്ക് വിട്ടേക്കൂ. തോക്ക് പിടിക്കാനും ഒരാളെ കൊല്ലാനുമുള്ള കരുത്ത് നിന്നിലുണ്ടെന്നറിയാം. ആ വാശിയും വീറും അണയാതെ നിലനിർത്തിയാൽ കാര്യങ്ങളൊക്കെ എളുപ്പമാകും. അമീർ അബ്ബാസ് അവന്റെ തോളിൽ തട്ടി അംഗീകരിക്കുന്ന മട്ടിൽ പറഞ്ഞു. നീ പറയുന്നത് എന്തുമനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ഫെമിഷയ്ക്ക് വേണ്ടി എന്ത് ത്യാഗത്തിനും ഒരുക്കമാണ്, അവിനാഷ് ഉറച്ച മനസ്സോടെ വ്യക്തമാക്കി. ധൃതി കാണിക്കാതെ വളരെ ശ്രദ്ധാപൂർവം ഇനി നീങ്ങേണ്ടിയിരിക്കുന്നു. വളരെ ശബ്ദം കുറച്ചാണ് അമീർ അബ്ബാസ് അപ്പോൾ സംസാരിച്ചത്. ചാരക്കണ്ണുകൾ എല്ലായിടത്തും കാണും. ഇർഷാദ് ലത്തീഫ് നിന്നെ തകർക്കാൻ മറ്റു പല വഴികളും തേടുന്നുണ്ടെന്ന വിവരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മുഹമ്മദ് അൽ ഹുസൈനും അവന് കൂട്ടുണ്ട്. അവരുടെ അത്ര കപ്പാസിറ്റി എന്റെ ഗ്യാങ്ങിനില്ലാത്തതുകൊണ്ട് ഒമർ ജഹാംഗീർ ബാബയുടെ സഹായം ഞാൻ തേടിക്കഴിഞ്ഞു, അമീർ പോരാളിയുടെ വീര്യത്തോടെ അറിയിച്ചു. ഒമർ ജഹാംഗീർ ബാബ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ടോ? അവിനാഷിന് സംശയം. നീ എന്താണ് കരുതിയത്? മുഹമ്മദ് അൽ ഹുസൈന്റെ ഗ്യാങ്ങുമായി കൊമ്പ് കോർക്കാൻ നിൽക്കുകയാണ് ഒമർ ജഹാംഗീർ ബാബ. നിനക്ക് അദ്ദേഹത്തെ അറിയില്ലേ? അമീർ ചോദിച്ചു. അറിയാം. ബാബയുടെ പ്രവർത്തന കേന്ദ്രം പോർട്ട് ബ്ലെയറില, പിന്നെ മുംബൈയിലുമൊക്കെ ഇടപാടുകളുണ്ട്. ഏതാണ്ട് മുഹമ്മദ് അൽ ഹുസൈന്റെ അത്ര തന്നെ ശക്തനാണ് ജഹാംഗീർ ബാബ. അദ്ദേഹത്തിന്റെ ഇടപെടൽ മുഹമ്മദ് അൽ ഹുസൈനെ ശരിക്കും ഞെട്ടിക്കും. നിനക്കും ഫെമിഷയ്ക്കും വേണ്ടി ഈ പോർട്ട് ബ്ലെയറിൽ വലിയ തെരുവ് തന്നെ നടക്കും, നീ കണ്ടോളൂ, ആഹ്ലാദം നുരഞ്ഞു പൊങ്ങുന്ന വിധത്തിൽ അമീർ അബ്ബാസ് സൂചിപ്പിച്ചു. അവിനാഷിന്റെ നെഞ്ചെടുപ്പ് കൂടി വരികയും ചെയ്തു. എന്തൊക്കെയോ അപകടങ്ങൾ വരാൻ പോകുന്നതായുള്ള തോന്നൽ. വെളിയിൽ ധൈര്യമൊക്കെ കാട്ടിയെങ്കിലും ഉള്ളു കിടുങ്ങുന്നുണ്ട്. നമ്മുടെ ശത്രു അത്ര നിസാരക്കാരനല്ല, അത് മറന്നു പോകരുത്, അവിനാഷ് മൂളി. അവർ സർവ്വ ചതിക്കുഴികളും വെട്ടി തയ്യാറാക്കി വയ്ക്കും. കരുതലോടെ നീങ്ങിയേ തീരൂ. നിനക്കെതിരെ പല അപവാദങ്ങളും പറഞ്ഞു പരത്തും. അതൊന്നും നീ കാര്യമാക്കേണ്ടതില്ല. ഒട്ടും ഭയപ്പെടാതെ ഉറച്ച മനസ്സോടെ നീങ്ങിയാൽ മതി, അമീർ അബ്ബാസ് ഉപദേശിച്ചു. കുറെ അപവാദങ്ങൾ ഇപ്പോൾ തന്നെ പ്രചരിക്കുന്നുണ്ട്, അവിനാഷ് വ്യക്തമാക്കി. എന്താണത്? അമീർ അന്വേഷിച്ചു. എന്നെയും അവിടുത്തെ ഒരു ലേഡി ഡോക്ടറെയും
ബന്ധപ്പെടുത്തി കൊണ്ടുള്ള ചിലതൊക്കെ. അതെ, ഞാൻ കരുതിയതുപോലെ തന്നെ ഇനിയും അത്തരം അപവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടേക്കും. പക്ഷെ അതിലൊന്നും കാലുതന്നി വീണേക്കരുത്. ഞാൻ അതൊട്ടും കാര്യമാക്കിയിട്ടില്ല. നല്ലത്. എന്തു വേണമെങ്കിലും സംഭവിച്ചോട്ടെ. പക്ഷേ ലക്ഷ്യബോധത്തിൽ നിന്നും വഴി മാറരുത്. നമ്മൾ തമ്മിൽ മാത്രമുള്ള രഹസ്യങ്ങൾ മറ്റാരുമായും പങ്കുവയ്ക്കരുത്. യഥാർത്ഥ ശത്രുവിന്റെ ചെവിയിൽ ഒരു കാരണവശാലും നമ്മുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്തിച്ചേരരുത്. മുഹമ്മദ് അൽ ഹുസൈന് പോർട്ട് ബ്ലെയറിൽ നിമിഷങ്ങൾക്കകം രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ കഴിവുള്ള വൻ സന്നാഹങ്ങളുണ്ട്. പറയുന്നതൊക്കെ നിനക്ക് പിടികിട്ടുന്നുണ്ടോ? അമീർ അബ്ബാസ് ചോദിച്ചു. അവിനാഷ് മൂളി. നമ്മുടെ ആദ്യത്തെ നീക്കം ഫെമിഷ ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്തുകയാണ്. എന്റെ ആൾക്കാരെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അന്വേഷിക്കാൻ. വൈകാതെ അവർ കണ്ടെത്തുമെന്നുറപ്പാണ്. അതിനുശേഷം മറ്റു കാര്യങ്ങൾ. ഫെമിഷയെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ കപ്പലിൽ നിനക്ക് പോർട്ട് ബ്ലെയറിൽ നിന്നും വെളിയിലേക്ക് കടക്കാം. കൂടെ ഫെമിഷയും ഉണ്ടാവും. അമീർ അബ്ബാസ് പറഞ്ഞു തീർന്നതും അവിനാഷ് അവനെ കെട്ടിപ്പിടിച്ചു. നിന്നെപ്പോലൊരു സ്നേഹിതനെ കിട്ടിയതിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്. അവിനാഷ് പിറുപിറുത്തു. ഒന്നും ഭയപ്പെടേണ്ട, ഫെമിഷ നിന്റേത് മാത്രമാണ്. അമീർ അബ്ബാസ് ആശ്വാസം പകർന്നു. ഞാൻ ഇനി എങ്ങോട്ട് പോകണം? ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ ഫ്ളാറ്റിലേക്കോ അതോ എന്റെ പഴയ താവളത്തിലേക്കോ? അവിനാഷ് അന്വേഷിച്ചു. ഫ്ളാറ്റിലേക്ക് തന്നെ തിരിച്ചു ചെല്ലൂ. നീ പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങിയാൽ ശത്രുക്കൾക്ക് സംശയം വരും. നമ്മുടെ നീക്കങ്ങൾ ഒരു കൊച്ചു കുഞ്ഞു പോലും അറിയരുത്. ഞാൻ പറയുന്നത് പോലെ നീങ്ങിയാൽ മതി. അവരുടെ അടുത്ത നീക്കം അറിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ, അമീർ അബ്ബാസ് നിർദ്ദേശിച്ചു. അവിനാഷ് സമ്മതിച്ചു. കപ്പൽ തട്ടിൽ നിന്നും നേരെ ചെന്നത് ഫ്ളാറ്റിലേക്കാണ്. മുറി ചാരിയിട്ടേയുള്ളൂ. തള്ളി തുറന്ന് അകത്തു കടന്നപ്പോൾ മുറിയിലെ കസേരയിൽ അവിനാഷിന്റെ വരവും പ്രതീക്ഷിച്ച് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അവിനാഷ് നടുങ്ങി. അധ്യായം 10. മുഹമ്മദ് അൽ ഹുസൈൻ. അവിനാഷ് ഭീതിയോടെ അയാളെ നോക്കി. അവന്റെ ധൈര്യമൊക്കെ ചോർന്നു തുടങ്ങിയിരുന്നു. ഇയാൾ എന്തിനാണ് തന്നെ കാണാൻ വന്നിരിക്കുന്നത്? എന്തായാലും ആക്രമിക്കാനല്ലെന്ന് തീർച്ച. അയാളുടെ ശാന്ത സ്വഭാവം കണ്ടപ്പോൾ അങ്ങനെ തോന്നി. പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല. ഇത്തരക്കാർ ഏതു നേരത്തിൽ വേണമെങ്കിലും നിറം മാറും. അതുപോലെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവരുമുണ്ട്. എന്തായാലും സൂക്ഷിക്കണം, അവിനാഷ് മനസ്സിൽ പറഞ്ഞു. എന്താ അവിടെ നിന്നു കളഞ്ഞത്? അകത്തേക്ക് വരൂ, മുഹമ്മദ് അൽ ഹുസൈൻ സൗഹൃദഭാവത്തിൽ പറഞ്ഞു. അനുസരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അവിനാഷ് യാന്ത്രികമായി അയാൾക്കരികെ നീങ്ങി. ഞാൻ കുറച്ചു നേരമായി നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്, മുഹമ്മദ് അൽ ഹുസൈൻ സൂചിപ്പിച്ചു. അയാൾക്ക് എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്. അല്ലാതെ ഇങ്ങനെ സൗഹൃദഭാവം കാട്ടില്ല, അത് തീർച്ച. എന്തായിരിക്കും പറയാൻ കാണുക? ഫെമിഷയുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നോ? അതിനൊരിക്കലും വഴങ്ങുന്ന പ്രശ്നമില്ല. ആദ്യമേ മനസ്സിൽ തീരുമാനിച്ചു. ഇവിടുത്തെ താമസ സൗകര്യങ്ങളൊക്കെ എങ്ങനെ? മുഹമ്മദ് അന്വേഷിച്ചു. കുഴപ്പമൊന്നുമില്ല, അവിനാഷ് അലസമായി പറഞ്ഞു. പ്രയാസങ്ങൾ എന്തുണ്ടായാലും പറഞ്ഞാൽ മതി, ഞാനത് പരിഹരിച്ചു തരാം, മുഹമ്മദ് ഹൃദ്യമായ രീതിയിൽ അറിയിച്ചു. എന്താണാവോ ഉദ്ദേശം? അവിനാഷ് നെറ്റി ചുളിച്ചു. മുഹമ്മദ് അൽ ഹുസൈൻ ഒന്നും കാണാതെ ഇങ്ങനെ പെരുമാറില്ലെന്നറിയാം. വല്ല ഗൂഢാദേശങ്ങളും കാണുമായിരിക്കും. അവിനാഷ് അക്ഷമനായി നിന്നു. നിന്റെ അമ്പരപ്പ് ഇനിയും മാറിയിട്ടില്ലെന്നെനിക്കറിയാം. കൂടുതൽ ടെൻഷൻ അടുപ്പിക്കാതെ ഞാൻ പറയാം. അവിനാഷ് അത് കേൾക്കാൻ കാതോർത്തു. ഹൃദയമിടിപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. ഫെമിഷയെ വേദനിപ്പിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. എന്റെ ഏക മകളാണ്. ഞാനൊരു നിധി പോലെയാണ് അവളെ വളർത്തിയിരുന്നത്. ആ നിധിയുടെ അവകാശം മറ്റൊരാൾ ഉന്നയിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായ പ്രതികരണം ഞാൻ പ്രകടമാക്കിയെന്നേയുള്ളൂ. അത് നിന്നെയും മുറിപ്പെടുത്തിയിരിക്കാം. അതിൽ ഞാൻ ഖേദിക്കുന്നു. എല്ലാ കാലത്തും നിധിയെ കാത്തുകൊള്ളാൻ എനിക്കാവില്ലല്ലോ, മുഹമ്മദ് അൽ ഹുസൈൻ പറഞ്ഞു. അയാൾ തനിക്ക് മുന്നിൽ കീഴടങ്ങാൻ പോവുകയാണോ? ഏയ്, അങ്ങനെ വരില്ല. മുഹമ്മദ് അൽ ഹുസൈൻ പറയുന്നത് മുഴുവനായും കേൾക്കട്ടെ, എന്നിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റൂ. അവിനാഷ് ശ്രദ്ധിച്ചു. ഫെമിഷയുടെ ഏതൊരാഗ്രഹങ്ങളും അവളുടെ പിതാവെന്ന നിലയിൽ ഞാൻ എന്നും സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾക്കാണെങ്കിൽ ഒന്നിനോടും അത്യാർത്തി ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ അവൾക്കെന്നും ഉണ്ടായിരുന്നുള്ളൂ. ഫെമിഷയുടെ മനസ്സ് അറിയാതെ ഞാൻ അവൾക്കിഷ്ടമല്ലാത്ത വിവാഹത്തിന് നിർബന്ധിച്ചു. അത് പാടില്ലായിരുന്നു. എനിക്ക് തെറ്റുപറ്റി, മുഹമ്മദ് അൽ ഹുസൈൻ അറിയിച്ചു. ഒരു പിതാവിന്റെ മാനസിക നില ഉൾക്കൊള്ളാൻ അവിനാഷിനു കഴിഞ്ഞു. അയാളോട് തോന്നിയിരുന്ന വെറുപ്പും പകയും നിമിഷ നേരം കൊണ്ട് കെട്ടടങ്ങിയതുപോലെ. പോർട്ട് ബ്ലെയറിലെ അധോലോക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന ചിന്ത ക്രമേണ അവിനാഷിന്റെ മനസ്സിൽ നിന്നും മാറിത്തുടങ്ങി.
ഫെമിഷയുടെ പിതാവ് മാത്രമായാണ് അയാൾ തന്റെ മുന്നിൽ കടന്നെത്തിയിരിക്കുന്നത്. അയാളോട് എന്തോ ഒരു ആദരവ് തോന്നി. വെറുമൊരു കപ്പൽ തൊഴിലാളിക്ക് അളവറ്റ ധനമുള്ള സ്വന്തം മകളെ കൈപിടിച്ചു കൊടുക്കാൻ ഏതൊരു പിതാവും മടി കാണിക്കും. അത് സ്വാഭാവികമാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? മുഹമ്മദ് അൽ ഹുസൈൻ ഇടയ്ക്ക് ചോദിച്ചു. ഇല്ല, പക്ഷേ ഞാൻ സ്നേഹിച്ചത് ഫെമിഷയാണ്, അതല്ലാതെ അവളുടെ സ്വത്തും പണവുമല്ല. അവിനാഷ് തിടുക്കത്തിൽ മറുപടി നൽകി. കൊള്ളാം, നല്ലത്. ഏത് കാമുകനും പറയുന്ന അതേ വാക്കുകൾ. എന്തായാലും യുവത്വത്തിന്റെ ആദർശധീരതയെ ഞാൻ അംഗീകരിക്കുന്നു. സ്നേഹത്തിനു മുന്നിൽ ഒന്നും വലുതല്ലെന്ന് ഇപ്പോൾ തോന്നും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നാണ്. മുഹമ്മദ് അൽ ഹുസൈൻ ശാന്ത സ്വഭാവത്തിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കാതെ പറഞ്ഞു നിർത്തി. അയാൾ കുറച്ചുനേരം അവിനാഷിനെ തന്നെ നോക്കി. മുഹമ്മദ് അൽ ഹുസൈൻ ഇനിയും കാര്യത്തിലേക്ക് കടന്നിട്ടില്ല. അതെന്താണെന്നറിയാനുള്ള ഉത്കണ്ഠ അവിനാഷിൽ വർദ്ധിച്ചു. മറ്റെന്തെങ്കിലും കുരുക്കിലേക്ക് തന്നെ തള്ളിവിടാനാവുമോ ഉദ്ദേശം? അമീർ അബ്ബാസ് പറഞ്ഞതോർത്തു. ചതിയിൽ കുരുങ്ങാതെ സൂക്ഷിക്കണം. കപ്പൽ തൊഴിലാളിയിൽ നിന്നും ഡോക്ടറിലേക്കുള്ള നിന്റെ പരിണാമം സ്വാഭാവികമാണെന്ന് നീ കരുതുന്നുണ്ടോ? മുഹമ്മദ് അൽ ഹുസൈന്റെ ചോദ്യം. ഇല്ല, ഒരിക്കലുമില്ല. അവിനാഷ് സമ്മതിച്ചു. അയാൾ അത് കേട്ട് ചിരിക്കുകയും ചെയ്തു. എന്റെ മകളുടെ ഭർത്താവ് സമൂഹത്തിൽ ബഹുമാന്യനായ ഒരാളാവണമെന്ന നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് പണം ചെലവഴിച്ച് നീ പോലും അറിയാതെ മെഡിക്കൽ ബിരുദം നിന്റെ പേരിൽ കരസ്ഥമാക്കി. ഇവിടെ തന്നെ നിന്നെ ഡോക്ടറായും നിയമിച്ചു. മുഹമ്മദ് അൽ ഹുസൈൻ പറയുന്നത് അംഗീകരിക്കുന്ന മട്ടിൽ അവിനാഷ് തല കുനിച്ചു നിന്നു. അയാൾ ഷെൽഫ് തുറന്ന് ഗോൾഡ് മെഡൽ എടുത്തുയർത്തി. ഇത് നോക്ക്. അവിനാഷ് അയാളുടെ കയ്യിൽ കിടന്ന് കറങ്ങുന്ന ഗോൾഡ് മെഡലിലേക്ക് നോക്കി. മെഡിസിനിൽ നിനക്ക് ഗോൾഡ് മെഡലോടെയാണ് ബിരുദം. ഊറിച്ചിരിച്ചുകൊണ്ട് അയാൾ അറിയിച്ചു. മുഹമ്മദ് അൽ ഹുസൈൻ പിന്നെ ഗോൾഡ് മെഡൽ എടുത്ത് അവിനാഷിന്റെ കഴുത്തിലൂടെ ഇട്ടുകൊടുത്തു. മുഹമ്മദ് അൽ ഹുസൈൻ പെട്ടെന്ന് മനസ്സ് മാറി തന്നെ അംഗീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതിന് പിറകിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ കാണാതിരിക്കില്ലെന്ന് അവിനാഷിന് നന്നായിട്ടറിയാം. അമീർ അബ്ബാസും നീയുമായുള്ള ബന്ധം എന്താണ്? അയാൾ അന്വേഷിച്ചു. ഞങ്ങൾ പണ്ടു മുതൽക്കേ സുഹൃത്തുക്കളാണ്, അവിനാഷ് വ്യക്തമാക്കി. നിന്റെ ഉപദേശകനും സംരക്ഷകനുമാണല്ലോ ഇപ്പോൾ അവൻ. അമീർ അബ്ബാസിന്റെ നിർദ്ദേശപ്രകാരമല്ലേ എനിക്കെതിരെയുള്ള കരുനീക്കങ്ങളൊക്കെയും? അവനെ സൂക്ഷിക്കണം. മുഹമ്മദ് അൽ ഹുസൈൻ മുന്നറിയിപ്പ് നൽകി. ഇത് കൊള്ളാമല്ലോ. അവനെയും നിന്നെയും തെറ്റിപ്പിക്കാനാണോ നീക്കം? അതെന്തായാലും നടപ്പില്ല. മറ്റുള്ളവരെ പോലെ ചതിയനല്ല അവൻ, അവിനാഷ് തുറന്നു പറഞ്ഞു. മുഹമ്മദ് അൽ ഹുസൈൻ പൊട്ടിച്ചിരിച്ചു. വിഡ്ഢി, നിനക്കെന്തറിയാം അവനെപ്പറ്റി? ഒരിക്കൽ അവൻ എന്റെ ഗ്യാങ്ങിലെ വേണ്ടപ്പെട്ടവനായിരുന്നു. ഇപ്പോൾ അയാൾ മറുപക്ഷത്തേക്ക് ചാടി എന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. അയാൾ പല്ലുകൾ ഞെരിച്ചമർത്തി. പക്ഷേ ക്രൗര്യം പൂർണ്ണമായും വെളിയിലെടുക്കാതെ മുഖത്തെ ശാന്തത നിലനിർത്തി. ഒമർ ജഹാംഗീർ ബാബയുമായി കൂട്ടുചേർന്ന് എനിക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് പറയുമ്പോൾ ചെറിയൊരു ഭയം അയാളിൽ ഉണ്ടായിരുന്നത് അവിനാഷ് ശ്രദ്ധിച്ചു. അവൻ എനിക്ക് വേണ്ടിയാണ് അങ്ങനെയൊരു നീക്കം നടത്തിയത്, അവിനാഷ് വ്യക്തമാക്കി. മണ്ടത്തരം പറയാതെ. അവൻ അങ്ങനെ പറഞ്ഞ് നിന്നെ പാട്ടിലാക്കി വച്ചെന്ന് പറയുന്നതാവും ശരി. എൻ്റെ മകളെയും നിന്നെയും കരുവാക്കി അമീർ അബ്ബാസ് എനിക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും നല്ലതിനല്ല. ജഹാംഗീർ ബാബയുടെ കഴുത്ത് വെട്ടുന്നത് വരെ മാത്രമേ അമീർ അബ്ബാസിനും നിലനിൽപ്പുള്ളൂ, മുഹമ്മദ് അൽ ഹുസൈൻ അറിയിച്ചു. അവിനാഷ് പകച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? അയാൾ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ ചോദിച്ചു. ഇല്ല, ഞാൻ വിശദമാക്കി തരാം. നമ്മൾ തമ്മിൽ ഇനിമേൽ ശത്രുക്കളല്ല. എൻ്റെ മകളെ ഞാൻ നിനക്ക് നൽകാം. പക്ഷെ പകരം ചെയ്യേണ്ടത് ഒന്നു മാത്രം. എന്താണത്? ജഹാംഗീർ ബാബയുടെ രഹസ്യതാവളം കണ്ടെത്തി എനിക്ക് വിവരം നൽകുക. ബാക്കിയൊക്കെ ഞാൻ പിന്നെ നോക്കിക്കോളാം. അമീർ അബ്ബാസിനെ സ്വാധീനിക്കാൻ നിനക്ക് എളുപ്പം കഴിയും. അവൻ മുഖാന്തിരം നിനക്ക് ജഹാംഗീർ ബാബയുടെ താവളം മനസ്സിലാക്കാൻ വിഷമം കാണില്ല, മുഹമ്മദ് അൽ ഹുസൈൻ അറിയിച്ചു. അവിനാഷ് മിഴിച്ചു നോക്കി. എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല, അവൻ പിറുപിറുത്തു. നിനക്ക് മാത്രമേ അതിന് കഴിയൂ, മുഹമ്മദ് അൽ ഹുസൈൻ തറപ്പിച്ചു പറഞ്ഞു. എല്ലാം തകിടം മറിയുന്നത് പോലെ. ശത്രു മിത്രമായി പരിണമിച്ചിരുന്നു. സ്വന്തം സുഹൃത്തിനെ കെണിയിൽ പെടുത്താനുള്ള നിർദ്ദേശം ആലോചിക്കുമ്പോൾ തല കറങ്ങുന്നത് പോലെ. വയ്യ. ഒരു കുരുക്കഴിയുമ്പോൾ മറ്റൊരു കുരുക്ക് മുറുകുകയാണ്. മുഹമ്മദ് അൽ ഹുസൈന്റെ മുഖത്തു നോക്കി വയ്യെന്നു പറയാൻ കഴിയാത്തതുപോലെ. പക്ഷേ തളർന്നു പോകരുത്. ഉറ്റ സുഹൃത്തിനെ കൈവിടാൻ പറ്റില്ല. എനിക്ക് അമീർ അബ്ബാസിനെ ചതിക്കാൻ പറ്റില്ല. ഒടുവിൽ രണ്ടും കൽപ്പിച്ചറിയിച്ചു. മുഹമ്മദ് അൽ ഹുസൈൻ ഞെട്ടി. ഇത്രയ്ക്കൊക്കെ പറഞ്ഞത് വ്യർത്ഥമായെന്ന തോന്നൽ അയാളിൽ ഉളവായി. പക്ഷേ അയാൾക്കറിയാമായിരുന്നു അവൻ താൻ വിരിച്ച വലയിൽ വീഴുമെന്ന്.
ഫെമിഷയോടുള്ള നിന്റെ ഇഷ്ടം വ്യാജമാണെന്നല്ലേ അതിനർത്ഥം? അയാൾ തുറന്നു ചോദിച്ചു. അല്ല, ഒരിക്കലുമല്ല. അവിനാഷ് ഒച്ചയെടുത്തു. പിന്നെ എൻ്റെ ജീവനേക്കാൾ ഉപരി ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെന്തുകൊണ്ട് അവൾക്കു വേണ്ടി ഒരു ചെറിയ ത്യാഗത്തിന് പോലും താൻ സന്നദ്ധനാവാത്തത്? അവൾക്കു വേണ്ടി എന്തു ചെയ്യാനും ഒരുക്കമാണെന്നല്ലേ താൻ വീമ്പിളക്കിക്കൊണ്ടിരുന്നത്? മുഹമ്മദ് അൽ ഹുസൈൻ ക്രുദ്ധനായി. രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഫെമിഷയോടുള്ള എൻ്റെ സ്നേഹം വിശുദ്ധമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കരുത്. പക്ഷേ ഞങ്ങളുടെ സ്നേഹത്തെ മുതലെടുത്തുകൊണ്ട് അരുതാത്തവ ചെയ്യാൻ നിർബന്ധിക്കരുത്. എൻ്റെ പ്രണയത്തെ പാപപങ്കിലമാക്കാൻ ഞാൻ തയ്യാറല്ല. അവിനാഷ് നഷ്ടപ്പെട്ടു പോയ വീര്യത്തെ തിരിച്ചെടുത്തുകൊണ്ട് അറിയിച്ചു. മുഹമ്മദ് അൽ ഹുസൈൻ നിമിഷ നേരത്തേക്ക് മൗനം പൂണ്ടു. അവനോട് കയർത്ത് സംസാരിച്ചതുകൊണ്ടോ ആജ്ഞാപിച്ചതുകൊണ്ടോ പ്രയോജനമില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. തന്ത്രപൂർവം കൊടുക്കണം. ഫെമിഷയെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമല്ലേ നീ അമീർ അബ്ബാസിനെ കൂട്ടുപിടിച്ചതും എനിക്കെതിരെ പടയൊരുക്കത്തിനിറങ്ങിത്തിരിച്ചതുമൊക്കെ? അയാൾ ചോദിച്ചു. അത് ശരിയാണ്, അവിനാഷ് സമ്മതിച്ചു. അതുപോലെ ഫെമിഷയ്ക്ക് വേണ്ടി നീ എനിക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് ചെയ്തു തരുന്നതിൽ എന്താണ് ഒരു വൈമുഖ്യം? എങ്ങനെയായാലും നിനക്ക് വേണ്ടത് ഫെമിഷയല്ലേ? മുഹമ്മദ് അൽ ഹുസൈൻ ചോദിച്ചു. സംഗതി ന്യായം തന്നെ. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ അത് അന്യായമാവും. ആകെ കുഴപ്പത്തിലായി. താൻ ആദ്യം കണ്ടത് ഫെമിഷയാണ്. പിന്നീടാണ് സഹായ വാഗ്ദാനവുമായി അമീർ അബ്ബാസ് വന്നത്. അമീർ അബ്ബാസ് തന്നെ സമീപിച്ചതുപോലെ തന്നെയാണ് മുഹമ്മദ് അൽ ഹുസൈനും അല്പം വൈകിയാണെങ്കിലും വന്നിരിക്കുന്നത്. അവിനാഷ് മാറി മാറി ചിന്തിച്ചു. പെട്ടെന്നൊന്നും മറുപടി നൽകേണ്ട, അല്പം ആലോചിച്ചിട്ട് മതി. പക്ഷേ വീണ്ടും വിചാരമില്ലാതെ എടുത്തു ചാടി ഒന്നും തീരുമാനിക്കരുത്. എനിക്ക് അനുകൂലമായി നിന്നാൽ നിനക്ക് ലഭിക്കാൻ പോകുന്നത് ഫെമിഷയെ മാത്രമായിരിക്കില്ല, അവളുടെ പേരിൽ ഞാൻ എഴുതിവെച്ച കോടികളുടെ ആസ്തിയുമാണ്, മുഹമ്മദ് അൽ ഹുസൈൻ സൂചിപ്പിച്ചു. അവിനാഷ് വിയർത്തു. അയാൾ തന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് നീട്ടി. എപ്പോൾ വേണമെങ്കിലും വിളിച്ചു വിവരം പറയാം. സത്യം പറഞ്ഞ് അയാൾ നടന്നു നീങ്ങി. അവിനാഷ് വിസിറ്റിംഗ് കാർഡ് തിരിച്ചു മറിച്ചു നോക്കി. അതിൽ 3-4 ഫോൺ നമ്പറുകളുണ്ട്. അവിനാഷിന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. തന്നെ സഹായിക്കാൻ യാതൊരു മടിയും കൂടാതെ ഇറങ്ങിത്തിരിച്ച സുഹൃത്തിനെ വഞ്ചിച്ചുകൊണ്ട് ഫെമിഷയെ സ്വന്തമാക്കുക, അതൊരിക്കലും ആദർശപരമല്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഫെമിഷയെ സ്വന്തമാക്കാൻ കഴിയുന്ന വന്നാൽ പിന്നെ എന്തു ചെയ്യും? സൗഹൃദത്തിനു വേണ്ടി ഫെമിഷയെ നഷ്ടപ്പെടുത്താൻ തയ്യാറാവണമോ, ഫെമിഷയ്ക്ക് വേണ്ടി സൗഹൃദം നഷ്ടപ്പെടുത്തണമോ? പക്ഷേ രണ്ടും ത്യജിക്കാൻ വയ്യ. എന്തായാലും എടുത്തുചാടി തീരുമാനിക്കാൻ തയ്യാറല്ല. 2 വട്ടം ആലോചിച്ചേ തീരൂ. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഫെമിഷ, നീ ഇന്ന് വല്ലതും അറിയുന്നുണ്ടോ? ഇതേക്കുറിച്ച് ആരോടെങ്കിലും ണമെന്ന് വച്ചാൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുമില്ല. മുഹമ്മദ് അൽ ഹുസൈൻ കഴുത്തിലണിയിച്ചിരിക്കുന്ന സ്വർണ്ണ മെഡൽ ശ്രദ്ധിച്ചത് അപ്പോഴാണ്. കഴുത്തിൽ ഒരു പാമ്പ് കുരുങ്ങിയതുപോലെയാണ് തോന്നിയത്. അവൻ അത് ഊരിയെടുത്ത് ദൂരേക്കെറിഞ്ഞു. ചെന്നു വീണത് കോറിഡോറിലാണ്. അടുത്ത ഭാഗം നാളെ.